ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. PSC പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യുക. നമ്മൾ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 5th സ്റ്റാൻഡേർഡിൽ ബേസിക് സയൻസ് എല്ലാ ചാപ്റ്റേഴ്സും 5 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. ഇന്ന് മുതൽ നമ്മൾ 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വിളയിക്കാം നൂറുമേനി. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയണ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് നോക്കാൻ പോകുന്നത്. നോക്കാം. ആദ്യം തന്നെ വിത്തിന്, നമ്മളൊരു ചെടിക്കായിട്ട് എടുക്കുന്ന വിത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2 പ്രത്യുൽപാദന രീതികളുണ്ട്. ചെടികളിൽ നടക്കുന്ന 2 പ്രത്യുൽപാദന രീതികളാണ് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. അത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പതിവയ്ക്കൽ എന്താണ്, ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ എന്താണ്, പിന്നെ ബഡ്ഡിങ് മുകുളമൊട്ടിക്കൽ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് വർഗ്ഗസങ്കരണം, പിന്നെ സങ്കരയിനം വിത്തുകൾ, കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, പിന്നെ നമ്മൾ ചെടിക്ക് വളർച്ചയ്ക്കായിട്ട് വേണ്ട വളങ്ങളെ കുറിച്ചിട്ടും കീടങ്ങളെ നശിപ്പിക്കാനുള്ള കീടനാശിനികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് ശാസ്ത്രീയ കൃഷി രീതികൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു നോട്ട് പെന്നും എടുത്ത് വെച്ച് എഴുതി വയ്ക്കുക എല്ലാവരും. നോക്കാം. അപ്പോൾ ചെടി നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പരിചരണം കൊടുക്കണം എന്നറിയാം. വെള്ളം, അതുപോലെ വളം, അങ്ങനെ ശരിയായ രീതിയിലുള്ള പരിചരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടി വളരും. പക്ഷേ ചെടിക്ക് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? അപ്പോൾ വിത്തെടുക്കുന്ന ചെടിക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തെല്ലാം? കായ്ഫലം കൂടുതലുള്ള ചെടിയായിരിക്കണം, ആരോഗ്യമുള്ള ചെടിയായിരിക്കണം, നല്ല വളർച്ചയുള്ള ചെടിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഫലം, നമ്മൾ ആ വിത്തെടുക്കണ ഫലം എങ്ങനെയുള്ളതായിരിക്കണം? മധ്യകാലത്തുണ്ടായ ഫലമായിരിക്കണം, മൂപ്പെത്തിയ ഫലമായിരിക്കണം, പുഷ്ടിയുള്ള ഫലം. അതുപോലെ വിത്തിന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്താണ്? ഒരു വിത്ത് എടുക്കുമ്പോൾ അതിനുണ്ടാകേണ്ട ഗുണങ്ങൾ: സ്വാഭാവിക ഭാരം, സ്വാഭാവിക വലുപ്പം, പുറംതൊലിയിൽ കേടില്ലാത്തത്. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്തതായിട്ട് കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം. എന്താണ് കായിക പ്രജനനം? അതായത് ഒരു സസ്യത്തിലെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം, ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. ഇനി വിത്തുകൾ വഴിയാണ് പ്രത്യുൽപാദനം നടത്തുന്നതെങ്കിൽ, പുതിയ ചെടികൾ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നു. അപ്പോൾ കായിക പ്രജനനത്തിനും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും ഉണ്ടാകുന്ന ചെടികൾക്ക് ഉദാഹരണമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. കായിക പ്രജനനം: മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചെമ്പരത്തി, റോസ്, ഇലമുളച്ചി, നിലപ്പന, ഇഞ്ചി, വേപ്പ്, ശീമപ്ലാവ്. ഇത്രയും കായിക പ്രജനനത്തിലൂടെ ഉണ്ടാകുന്ന ചെടികളാണ്. മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചെമ്പരത്തി, റോസ്, ഇലമുളച്ചി, നിലപ്പന, ഇഞ്ചി, വേപ്പ്, ശീമപ്ലാവ്. ഇനി ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടാകുന്ന ചെടികൾ ഏതെല്ലാമാണ്? നെല്ല്, തെങ്ങ്, ചീര, മത്തൻ, ഓറഞ്ച്, പ്ലാവ്, പാവൽ, കശുമാവ്, പയർ, കുമ്പളം. ഇതെല്ലാം വിത്ത് നട്ടിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ കായിക ഭാഗങ്ങളായ ചെടികളുടെ കായിക ഭാഗങ്ങളായ ഇല, തണ്ട്, അതുപോലെ തന്നെ ഭൂകാണ്ഡം, ഇവയിലൂടെയൊക്കെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. അതിന് ഉള്ള ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ വിത്തിലൂടെ പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഇനി 2 രീതിയിലൂടെയും, അതായത് കായിക പ്രജനനത്തിലൂടെയും പുതിയ ചെടികൾ ഉണ്ടാകാം, അതുപോലെ തന്നെ വിത്ത് വിതച്ചും പുതിയ ചെടികൾ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ചെടികളാണ് ശീമക്കൊന്ന, കറിവേപ്പ്, മുരിങ്ങ, അരിപ്പൂവ്, 4 മണിപ്പൂവ്, മൈലാഞ്ചി, കനകാംബരം. അപ്പോൾ ഇതിൽ ശീമക്കൊന്ന, കറിവേപ്പ്, മുരിങ്ങയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. കനകാംബരം, മൈലാഞ്ചി, 4 മണിപ്പൂവ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്തതായിട്ട് പതിവയ്ക്കൽ. അതായത് 3 രീതിയിലാണ് നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നത്. ഒന്ന് പതിവയ്ക്കൽ, ഒന്ന് ഗ്രാഫ്റ്റിംഗ്, ഒന്ന് ബഡ്ഡിങ്. പതിവയ്ക്കൽ ലെയറിങ് എന്നാണ് അറിയുക. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിങ്. അതായത് മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്നു. അതിൽ തന്നെ 2 തരത്തിലുണ്ട്. വായു പതിവയ്ക്കലും ഉണ്ട്. വായു പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ പതിവയ്ക്കലാണ്.
നാഗപതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ നീളമുള്ള കുരുമുളക് പോലെയൊക്കെ നീളമുള്ള പടർന്നു പോകുന്ന ചെടികളിൽ അവരുടെ ശാഖകൾ മണ്ണിനടിയിൽ അവരുടെ നോഡുകളുണ്ടാവും, പർവ്വങ്ങൾ, ആ ഭാഗങ്ങൾ മണ്ണിനടിയിൽ ഇങ്ങനെ വളച്ചു വെച്ച് മണ്ണിട്ട് മൂടി, ആ പർവ്വഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് മൂടി പതിവയ്ക്കുന്ന രീതിയാണ് നാഗപതിവയ്ക്കൽ. അത് ഒരു ശാഖയിൽ നിന്ന് തന്നെ ഒന്നിലധികം ഈ തൈകൾ നമ്മൾ മണ്ണിട്ട് മൂടിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ വേരുകൾ ഇങ്ങനെ മുളച്ച് വരുന്നതാണ്. ഓരോ പർവ്വത്തിൻ്റെ നോഡുകളുടെ ഭാഗത്തും വേരുകൾ മുളച്ച് വരുന്നത് കാണാം. അപ്പോൾ അവിടെ വെച്ച് അത് മുറിച്ച് മാറ്റിയിട്ട് പല ചെടികളാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഈ രീതിയിൽ ഒന്നിലധികം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇതിനെയാണ് നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് ഈ ബോഗൺവില്ല, അതായത് നമ്മുടെ കടലാസ് പൂവ്, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില, അതെല്ലാം. ഇനി വായു പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ പതിവയ്ക്കൽ പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. അത് നമ്മൾ മാതൃസസ്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പതിവയ്ക്കാനും എടുക്കുന്ന സസ്യത്തിനാണ് മാതൃസസ്യം എന്ന് പറയുന്നത്. വേറൊരു മാതൃസസ്യത്തിൽ നിന്ന് തൊലി ചെത്തി നീക്കിയ ശേഷം വേറൊരു സസ്യത്തിൻ്റെ ഒരു കമ്പെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിവെച്ച് അതിൽ ചാണകമൊക്കെ വെച്ച് കെട്ടിവെച്ചിട്ടാണ് നമ്മളവിടെ വേര് മുളപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഈ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം, ഇതിലൂടെ നമുക്ക് ഒന്നിലധികം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതാണ് ഇവിടെ ഒരു ഗുണമുള്ളത്. അപ്പോൾ നമുക്ക് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള ചെടികളാണ് ഉണ്ടാക്കുക. അപ്പോൾ പതിവയ്ക്കലിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുണ്ടാകും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുണ്ടാകും. അടുത്തതാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. ഒരു സസ്യത്തിൻ്റെ കൊമ്പിൽ അതേ വർഗ്ഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിൻ്റെ കൊമ്പ് വെച്ച് പിടിപ്പിച്ച് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ ഒരു സസ്യത്തിൻ്റെ കൊമ്പിൽ അതേ വർഗ്ഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിൻ്റെ കൊമ്പ് വെച്ച് പിടിപ്പിച്ച് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാകുന്ന ചെടികളുടെ ഗുണം എന്താണ്? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഫലത്തിന് സയണിൻ്റെ ഗുണമേന്മയുണ്ടാകും. ഗ്രാഫ്റ്റ് തൈകൾ നമ്മുടെ മണ്ണിലൊക്കെ നന്നായി വളരും. കുറച്ച് പരിചരണം മതിയാകും. ഇനി മുകുളം ഒട്ടിക്കൽ. അവിടെ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഈ നാട്ടുമാവും മൽഗോവ മാമ്പഴവും തമ്മിൽ നമ്മൾ മുകുളം ഒട്ടിക്കലാണ് ചെയ്യുക. അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്തിട്ടാണ് മുകുളം എന്ന് പറഞ്ഞാൽ ബഡ് ഇങ്ങനെ മുളച്ചു വരുന്ന ആ ഒരു ഭാഗമില്ലേ, അതാണ് മുകുളം. അത് വേറൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്താണ് മികച്ച ഒരു ചെടിയായിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇനി കൃഷിയിൽ തന്നെ വേറൊരു ശാസ്ത്രീയമായ രീതിയാണ് വർഗ്ഗസങ്കരണം. വ്യത്യസ്ത ഗുണങ്ങളുള്ളതും ഒരേ ഇനത്തിൽപ്പെട്ടതുമായ രണ്ട് സസ്യങ്ങളെ കൃത്രിമമായി പരാഗണം നടത്തി വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളിൽ നിന്ന് മികച്ച ഗുണനിലവാരമുള്ളവ ശേഖരിക്കുന്നു. ഇവയാണ് ഹൈബ്രിഡ് വിത്തുകൾ. ഉദാഹരണത്തിന് നമ്മൾ പരാഗണം നടത്തിയിട്ട് കൃത്രിമമായിട്ട് പരാഗണം നടത്തുന്നു എന്ന് പറയും. അപ്പോൾ എന്താണ് പരാഗണം എന്ന് പറഞ്ഞാൽ? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു പൂവിലെ പൂമ്പൊടി മറ്റൊരു പൂവിൽ പൂമ്പാറ്റ വഴിയോ അങ്ങനെ മഞ്ഞ് വഴിയോ കാറ്റ് വഴിയോ ഒക്കെ എത്തിപ്പെടുമ്പോൾ പുതിയ വിത്തുകൾ ഉണ്ടാവാനും അതുപോലെ പുതിയ ചെടികൾ ഉണ്ടാവാനുള്ള ഒരു ഇതിനെയാണ് പരാഗണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെടിയിലെ രണ്ട് പൂക്കൾ തമ്മിലാണ് പരാഗണം നടക്കുന്നതിന് അതിന് സ്വപരാഗണം എന്ന് പറയുന്നു. ഇനി രണ്ട് വ്യത്യസ്ത ചെടിയിലെ പൂക്കൾ തമ്മിലാണ് പരാഗണം നടത്തുന്നതെങ്കിൽ അത് പരപരാഗണം എന്ന് പറയുന്നു. പരപരാഗണം നടക്കുന്നതിലൂടെ രണ്ട് ചെടികളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നു. അപ്പോൾ പരപരാഗണം നടക്കുന്ന ചെടികളിലാണ് വർഗ്ഗസങ്കരണം കൂടുതലായിട്ട് നടത്തുക. കാരണം എന്താ വിചാരിച്ചാൽ പരപരാഗണം ആകുമ്പോൾ രണ്ട് ചെടികളുടെ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിൽ വലിയ ഫലം ഉണ്ടാകുന്നു, ഒരെണ്ണത്തിൽ വലിയ പൂക്കളാണ് വലിയ ഫലം ഉണ്ടാകുന്നെങ്കിൽ അതെന്താ ആ ഫലത്തിൻ്റെ ഗുണം കിട്ടും. അതുപോലെ ഈ വേറൊരു ചെടിയിൽ നല്ല വിത്തുകൾ ഉണ്ടാവുന്നതാണ് വെച്ചെങ്കിൽ ആ ഒരു ഫലം കിട്ടും. അതിനാണ് പരപരാഗണം നടത്തുന്ന ചെടികളാണ് നമ്മൾ വർഗ്ഗസങ്കരണത്തിനായിട്ട് എടുക്കുന്നത്. വർഗ്ഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള വിത്തുകളാണ് സങ്കര ഇനം വിത്തുകൾ. അപ്പോൾ നമുക്ക് സങ്കര ഇനം വിത്തുകൾ നമ്മുടെ എക്സാമിനൊരു പ്രധാന പോർഷനാണ്, നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. മുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല. അപ്പോൾ പയർ ഏതാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല. നെല്ല് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ. അപ്പോൾ നെല്ല് വിഭാഗങ്ങൾ സങ്കരയിനം വിത്തുകൾ ഏതെല്ലാമാണ്? പവിത്ര, അന്നപൂർണ, ഹ്രസ്വ.
ഇനി തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. അപ്പോൾ തെങ്ങിൻ്റെ സങ്കരയിന വിത്തുകൾ ചെടികളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. വെണ്ട സൽകീർത്തി, കിരൺ, അർക്ക. അപ്പോൾ വെണ്ടയുടെ സൽകീർത്തി, കിരൺ, അർക്ക. ഇനി പാവലിൻ്റെ ഈ ഒരു ഭാഗം ഇതിലെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. പക്ഷേ പാവലിൻ്റെ 1-2 വട്ടമായി ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന 10th പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ കുറേ പ്രാവശ്യം റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട്. പ്രിയ, പ്രിയങ്ക, പ്രീതി. പാവലിൻ്റെ പ്രിയ, പ്രിയങ്ക, പ്രീതി. അപ്പോൾ ഒന്നുകൂടി പറയാം. മുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല. നെല്ല് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. വെണ്ട സൽകീർത്തി, കിരൺ, അർക്ക. പാവൽ പ്രിയ, പ്രിയങ്ക, പ്രീതി. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാം നോക്കാം. കേരള കാർഷിക സർവകലാശാല KAU, മണ്ണുത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI, കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI, കാസർഗോഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR, കോഴിക്കോട്. അപ്പോൾ സ്പൈസസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കോഡ് പഠിക്കാം. സ്പൈസ് ഇട്ട് നമ്മൾ കോഴിക്കറി വെക്കില്ലേ, അതൊന്ന് ആലോചിച്ച് വെച്ചാൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. അതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഇതെല്ലാം നമുക്ക് കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, മുൻവർഷ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നന്നായി ഒന്ന് പഠിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെടിയുടെ വളർച്ചയ്ക്കായിട്ട് വേണ്ട രാസവളങ്ങൾ ഏതെല്ലാം നോക്കാം. ജൈവവളങ്ങൾ നമുക്കറിയാം, കമ്പോസ്റ്റ്, അതുപോലെ പച്ചില വളങ്ങൾ, അതെല്ലാം ജൈവവളങ്ങളിൽ ഉൾപ്പെടുന്നു. ചാണകം, അതെല്ലാം ജൈവവളമാണ്. ഇനി ഏതൊക്കെയാണ് രാസവളങ്ങൾ? യൂറിയ, NPK വളങ്ങൾ, അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ രാസവളങ്ങൾ ഏതെല്ലാമാണ്? യൂറിയ, NPK വളങ്ങൾ, അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്. രാസകീടനാശിനികൾ, അപ്പോൾ ചെടിയെ ബാധിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാനുള്ളതാണ് കീടനാശിനികൾ. അത് രാസകീടനാശിനികളുമുണ്ട്, ജൈവ കീടനാശിനികളുമുണ്ട്. അപ്പോൾ രാസകീടനാശിനികൾ ഏതെല്ലാമാണ്? DDT, എൻഡോസൾഫാൻ, മാലത്തിയോൺ, കാർബോഫ്യൂറാൻ. DDT, എൻഡോസൾഫാൻ, മാലത്തിയോൺ, കാർബോഫ്യൂറാൻ. ഇത്രയും രാസകീടനാശിനി വിഭാഗത്തിലാണ്. ഇനി ജൈവ കീടനാശിനികൾ ഏതെല്ലാമാണ്? പുകയില കഷായം, വെളുത്തുള്ളി കാന്താരി മിശ്രിതം, ഗോമൂത്ര കാന്താരി മിശ്രിതം, വേപ്പെണ്ണ എമൽഷൻ. ഇത്രയും ജൈവ കീടനാശിനി വിഭാഗത്തിൽപ്പെടുന്നു. ഇനി നമുക്ക് ശാസ്ത്രീയ കൃഷി രീതികളാണ് പഠിക്കാനുള്ളത്. ഇത് നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ശാസ്ത്രീയ കൃഷി രീതികൾ. അത് കണ്ടാലും മതി. അതിൽ കുറച്ചുകൂടി കൂടുതൽ കൃഷി രീതികളുണ്ട്. ഇത് നമുക്ക് ടെക്സ്റ്റിലുള്ള 6 കൃഷി രീതികൾ ആണുള്ളത്. പഴം പച്ചക്കറി കൃഷി, ഹോർട്ടിക്കൾച്ചർ. പഴം പച്ചക്കറി കൃഷി, ഹോർട്ടിക്കൾച്ചർ. മൾബറി കൃഷി, മോറി കൾച്ചർ. കൂൺ കൃഷി, മഷ്റൂം കൾച്ചർ. കോഴി കൃഷി, പൗൾട്രി ഫാമിംഗ്. മുന്തിരി കൃഷി, വിറ്റി കൾച്ചർ. പൂക്കൃഷി, ഫ്ലോറി കൾച്ചർ. മണ്ണിര കൃഷി, വെർമി കൾച്ചർ. പട്ടുനൂൽ കൃഷി, സെറി കൾച്ചർ. തേനീച്ച കൃഷി, എപ്പി കൾച്ചർ. മുയൽ വളർത്തൽ, കൂണി കൾച്ചർ. മത്സ്യകൃഷി, പിസി കൾച്ചർ. കടൽ മത്സ്യകൃഷി, മാരി കൾച്ചർ. വനസസ്യങ്ങൾ വിഭവങ്ങളുടെ കൃഷിയാണ് സിൽവി കൾച്ചർ. ഇനി പച്ചക്കറി കൃഷി, ഒലേറി കൾച്ചർ. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. പഴം പച്ചക്കറി കൃഷി, ഹോർട്ടിക്കൾച്ചർ. മൾബറി കൃഷി, മോറി കൾച്ചർ. കൂൺ കൃഷി, മഷ്റൂം കൾച്ചർ. കോഴി കൃഷി, പൗൾട്രി ഫാമിംഗ്. മുന്തിരി കൃഷി, വിറ്റി കൾച്ചർ. പൂക്കൃഷി, ഫ്ലോറി കൾച്ചർ. മണ്ണിര കൃഷി, വെർമി കൾച്ചർ. പട്ടുനൂൽ കൃഷി, സെറി കൾച്ചർ. തേനീച്ച കൃഷി, എപ്പി കൾച്ചർ. മുയൽ വളർത്തൽ, കൂണി കൾച്ചർ. മത്സ്യകൃഷി, പിസി കൾച്ചർ. കടൽ മത്സ്യകൃഷി, മാരി കൾച്ചർ. വനസസ്യങ്ങൾ വിഭവങ്ങൾ, സിൽവി കൾച്ചർ. പച്ചക്കറി കൃഷി, ഒലേറി കൾച്ചർ. അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് നോക്കി പോവാം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക. താങ്ക് യു.